ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സ്പെഷ്യൽ കാന്താരി ചിക്കനാണ്. ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് നന്നായി പുരട്ടിയെടുക്കാം. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ചെറിയ ഇഞ്ചി, 20 മുതൽ 25 വരെ കാന്താരി, 1 കപ്പ് ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. പിന്നെ നമ്മുടെ ചതച്ച് വെച്ച കാന്താരി ഇട്ട് കൊടുക്കാം. കാന്താരി ഒന്ന് വഴണ്ട് വരുമ്പോൾ ചതച്ച് വെച്ച 1 കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വാടി വരുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്, ചിക്കനില്ലാത്ത വെള്ളം മാത്രം മതി. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കൊന്ന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളി നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാനീര് ചേർക്കാം. പിന്നെ ഇതിനെ ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം. ലാസ്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് കറിവേപ്പിലിട്ട് അടച്ചു വയ്ക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.